ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCS 185 എൻ്റർപ്രണർഷിപ്പിൻ്റെ ബ്ലോക്ക് 1ലുള്ള 4 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻ്റർപ്രണർഷിപ്പ്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകത്വം. അപ്പം സംരംഭകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് എങ്ങനെയാണ് വേർഡ് ക്രിയേറ്റ് ആയതും എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൻ്റെ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. സംരംഭകത്വം അഥവാ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആരംഭിക്കുകയും വികസിപ്പിക്കുകയും അതിനെ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രക്രിയയാണ് എന്താണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എൻ്റർപ്രണർഷിപ്പ് ഈസ് പ്രോസസ് ഓഫ് ഇനീഷ്യേറ്റിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് മാനേജിങ് എ ബിസിനസ് വെഞ്ചർ. ഇപ്പോൾ എങ്ങനെയൊക്കെ അവസരങ്ങൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് അതിനാവശ്യമായിട്ട് റിസോഴ്സസ് കണ്ടെത്തിക്കൊണ്ടും പ്രൊഡക്റ്റിലും സർവീസിലും മാറ്റങ്ങൾ, അതിൽ ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടും, അതുപോലെ നമ്മൾ റിസ്കുകൾ കാൽക്കുലേറ്റ് ചെയ്തതിനനുസരിച്ച് പ്രവർത്തിച്ചും, നമ്മൾ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും എന്താണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ബിസിനസ്സിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് സംരംഭകത്വം അഥവാ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ബിസിനസ് നടത്തുന്നതിനെയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ വെഞ്ചർ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് വൺ. നമ്മളൊരു പുതിയൊരു എന്താണ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങുക, അല്ലെങ്കിൽ നിലവിലുള്ളതിന് എന്ത് ചെയ്യുക, അതിനെ കുറച്ചുകൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ഇൻവോൾവ്സ് റിസ്ക് ടേക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് അൺസർട്ടനിറ്റി. നമ്മൾ എന്ത് ചെയ്യാം, അനിശ്ചിതത്വം കൈകാര്യം ചെയ്യുക. നമ്മൾ ബിസിനസ്സിൽ വരാൻ സാധ്യതയുള്ള അനിശ്ചിതത്വത്തെ കൈകാര്യം ചെയ്യുക, അതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. എയിം അറ്റ് വാല്യൂ ക്രിയേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. മൂല്യം സൃഷ്ടിക്കുകയും സ്ഥിരത നിലനിർത്തുകയും ചെയ്യാം. അതുപോലെ പ്രൊമോട്ട് ഇന്നോവേഷൻ ഇൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഓർ പ്രോസസ്. നമ്മൾ പ്രൊഡക്റ്റിലോ സർവീസിലോ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നോവേഷൻ കൊണ്ടുവരിക. അതുപോലെ എൻകോമ്പസസ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അതുപോലെ എൻഗേജ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ വാല്യൂ ക്രിയേഷൻ. മാർക്കറ്റിംഗ് അതുപോലെ കസ്റ്റമർ വാല്യൂ അതുപോലെ മാർക്കറ്റിങ്ങിലും എന്ത് ചെയ്യാം, മൂല്യം സൃഷ്ടിക്കാം. അതുപോലെ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻ ഇവല്യൂഷൻ ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന എൻ്റർപ്രണർഷിപ്പിൻ്റെ ഇവല്യൂഷൻ എന്താണെന്നാണ് അതിനുണ്ടായിരിക്കുന്ന പരിണാമം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഷ്യൻ പീരീഡിൽ ഋഗ്വേദയിൽ പ്രാചീനകാലം ഋഗ്വേദം, കാവ്യങ്ങൾ, ലോഹ എന്നിവ ഉണ്ടായിട്ടുണ്ട്. കൃഷി, വ്യാപാരം, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇനി പ്രീ ഇൻഡിപെൻഡൻസ് ഡിക്ലൈനിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വ്യവസായങ്ങൾ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തിട്ട് പ്രചരിച്ചിട്ടുണ്ട്. ഹെവി ഡ്യൂട്ടീസ് ഓൺ ഇന്ത്യൻ എക്സ്പോർട്ട് ആൻഡ് ഫ്ലഡിങ് ഓൺ ബ്രിട്ടീഷ് ഗുഡ്സ് ആയിരുന്നു. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പ്രസൻസ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടേക്കെന്ന് പറയുന്നത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ, വ്യവസായ നയങ്ങൾ വന്നു സർക്കാർ പിന്തുണയോടുകൂടി. ഇതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി ഡിറ്റർമിനൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ സംരംഭകത്വത്തെ നിർണ്ണയിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്, വ്യക്തിഗത ഘടകങ്ങളും, അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ വേണം, അതുപോലെ ഇനീഷ്യേറ്റീവ് ആൻഡ് മോട്ടിവേഷൻ വേണം, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി വേണം, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി വേണം, കോൺഫിഡൻസ് ആൻഡ് റെസിലിയൻസ് വേണം, ആത്മവിശ്വാസം അതുപോലെ പ്രതിസന്ധി സഹനം ഉണ്ടായിരിക്കണം. ഇനി എൻവയോൺമെൻറ്റ് അഥവാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒരു എൻ്റർപ്രണർഷിപ്പിന് വേണ്ടത്? രാഷ്ട്രീയ അഥവാ ലീഗൽ ഫ്രെയിംവർക്ക് നമുക്ക് ഉണ്ടാവണം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവണം നമ്മളെ എൻ്റർപ്രണർഷിപ്പിന്. അതുപോലെ ആക്സസ് ടു ഫിനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് ഫിനാൻസ് നമ്മുടെ
ധനത്തിൽ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പണത്തിൽ ആക്സസ് ഉണ്ടായിരിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ സൗകര്യങ്ങളിലും, അതുപോലെ സോഷ്യോ ഇക്കോണമിക് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, പ്രസൻസ് ഓഫ് എൻ്റർപ്രണൽ ഇക്കോസിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഡിറ്റർമിനൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റും, സംരംഭകത്വവും സാമ്പത്തിക വികസനവും എന്ന് പറയും. അപ്പം റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, എൻ്റർപ്രണർഷിപ്പ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇന്നൊവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നോളജി, പുതിയ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ടെക്നോളജികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റർപ്രൈസ് ക്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്, ബിൽഡ് ബിസിനസ് നെറ്റ്വർക്ക്സ് ആൻഡ് സപ്ലൈ ചെയിനും. ഇൻസ്പിരേഷൻ, ഫോസ്റ്റർ എൻ്റർപ്രണൽ കൾച്ചർ, പ്രചോദനം നൽകിയിട്ടുണ്ട്, അതുപോലെ ഇൻസ്പിറേഷൻ നൽകിയിട്ടുണ്ട്. ഇൻക്ലൂസിവിറ്റി അഥവാ ഉൾക്കാഴ്ച, എൻകറേജ് റൂറൽ ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എൻ്റർപ്രണർഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റർപ്രണർഷിപ്പിൻ്റെ വെൽത്ത് ക്രിയേഷൻ ഡിസ്ട്രിബ്യൂഷൻ, കൺവേർട്സ് ഐഡിയൽ റിസോഴ്സസ് ഇൻറ്റു പ്രൊഡക്റ്റീവ് യൂസ്, എന്നുവെച്ചാൽ അസാധാരണ സ്രോതസ് ക്ഷമമാക്കുന്നു. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടായിട്ടില്ല. എൻ്റർപ്രണർഷിപ്പ് വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്തു, കുറേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു, പുതിയ ബിസിനസ് വരുന്നതോടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വന്നു, ബാലൻസ് റീജിയൻ ഗ്രോത്ത് വന്നു, അതുപോലെ GDP കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോ ബിസിനസ് തുടങ്ങുമ്പോൾ GDP അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ്ഡ് ലൈഫ് സ്റ്റാൻഡേർഡ്സ്, ഓരോ വ്യക്തിയുടെയും ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്തു. ബൂസ്റ്റ് ഫോറിൻ ട്രേഡ്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റർപ്രണർഷിപ്പിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. മോഡൽസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 5 മോഡൽസ് കൊടുത്തിട്ടുണ്ട്. അംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ടേക്കിംഗ് ആൻഡ് റാഡിക്കൽ ഇന്നോവേഷൻ ആണ്. ഫെയിലിയർ ടോളറേറ്റ് ചെയ്യും. ക്രിയേറ്റീവ് എൻറ്റയർലി ന്യൂ സെക്ടർ, പുതിയൊരു ബിസിനസ് തുടങ്ങുന്നവരായിരിക്കും അംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, ഫേസ്ബുക്ക്, ഓയോ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ സെക്ടേഴ്സ് അവർ കൊണ്ടുവരും. വലിയ സാമ്പത്തിക സ്വാധീനം ഇതിനകത്ത് ഉണ്ടാകും. ഓഫ്റ്റൻ സ്കെയിൽ ഓർ സെൽ വെഞ്ചർ ആയിരിക്കും. അതുപോലെ സ്ട്രോങ് എക്സ്റ്റേണൽ എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ഇതിനകത്ത് ഉണ്ടാകും. ഇനി അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻസ് ആണ്. സ്മോൾ ഇംപ്രൂവ്മെൻറ്റ്സ്, നമ്മൾ എക്സിസ്റ്റിംഗ് സാധനത്തിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതാണ്. ഓപ്പറേഷൻ റിസോഴ്സസ് ആൻഡ് കൺസ്ട്രെയിൻഡ് ഓർ റിസ്ക് അവേഴ്സ് ഇൻ എൻവയോൺമെൻറ്റ്സ്. കോമൺ ഇൻ ഡെവലപ്പിംഗ് എക്കോസിസ്റ്റം, അതുപോലെ ഇംപ്രൂവ് ഇൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റോ സർവീസസ്, നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റോ സർവീസസ് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താണ്. നമ്മൾ ഡെവലപ്പിംഗ് എക്കോസിസ്റ്റത്തിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പര്യാപ്തത എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ ലാർജ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണിത്. സെൽഫ് ഡ്രിവൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബിസിനസ്, B2B സർവീസസ്, ഫ്രീലാൻസസും അതുപോലെ B2B സർവീസസ് ഒക്കെയാണ് സോളോ സെൽഫ് എംപ്ലോയിഡിലുള്ളത്. ലോ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആയിരിക്കും. ഓഫ്റ്റൻ മോട്ടിവേറ്റഡ് ബൈ നെസസിറ്റി, നമ്മൾക്ക് ആവശ്യകത കൂടുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ജോലിയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി മാനേജീരിയൽ എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി ആൻഡ് എഫിഷ്യൻസി, യൂസ് പ്രോസസ് improvements, often acquire other ventures, contributing national growth. അടുത്ത സോഷ്യൽ എൻ്റർപ്രണേഴ്സ് അഥവാ ഫോക്കസ് ഓൺ സൊസൈറ്റിയൽ ആൻഡ് ഇക്കോളജിക്കൽ ഇഷ്യൂസ്. അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന സോഷ്യലും ഇക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സിവിൽ റൈറ്റ്സ്, അതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എഡ്യൂക്കേഷൻ റൈറ്റ്സ്, ഹെൽത്തിന്, സിവിൽ റൈറ്റ്സിനൊക്കെ വേണ്ടി. വാല്യൂ ഡ്രിവൻ റാദർ ദാൻ പ്രോഫിറ്റ് ഡ്രിവൻ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർ മൂല്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഇന്നോവേഷൻ. ഇനി തിയറീസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്, കുറച്ച് തിയറീസ് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. സൈക്കോളജിക്കൽ തിയറീസ്, ഫോക്കസ് ഓൺ പേഴ്സണൽ ട്രൈറ്റ്സ് ഓഫ് എൻ്റർപ്രണേഴ്സ്, പിന്നെ അതുപോലെ ഇക്കണോമിക് തിയറീസ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. നിയോ ക്ലാസിക്കൽ തിയറി, ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ്സ്, ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് തിയറി,
ജസ്റ്റ് വായിച്ചു പോയാൽ മതി, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് യൂണിറ്റ് 2 എൻ്റർപ്രണറൽ എക്കോസിസ്റ്റം. ആൻ എൻ്റർപ്രണർ ഇസ് എ മച്ച് മോർ ദാൻ ജസ്റ്റ് എ ബിസിനസ് ഓണർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ബിസിനസ് ഓണറിനേക്കാൾ എൻ്റർപ്രണർ എന്ന് പറയുന്നത് അതിലും കൂടുതലാണ്, അതിലും മുകളിലുള്ള ഒന്നാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പം അവരെന്തൊക്കെയാണ്? വിഷണറീസ്. അവർ എന്താണ്? ഹു സീ ഫ്യൂച്ചർ പോസിബിലിറ്റി. അവർ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് കാണുന്ന ആൾക്കാരാണ്. അതിനെ പ്രിഡിക്റ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് വിഷൻ ഉണ്ട്. റിസ്ക് ടേക്കേഴ്സാണ്. അവരെന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ റിസ്ക്കുകളും അവർക്ക് എന്താണ് നേരത്തെ മുൻകൂട്ടി കാണാൻ അത് നേരിടാൻ തയ്യാറായി നിൽക്കുന്നവരായിരിക്കും. ഇന്നോവേറ്റേഴ്സ് ഹു ബ്രിങ് ചേഞ്ചസ് കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ലീഡേഴ്സ് ഹു ഓർഗനൈസ് ആൻഡ് ഗ്രോ ബിസിനസ് വെഞ്ചേഴ്സ്. അപ്പം എൻ്റർപ്രണർ ജസ്റ്റ് ഒരു ബിസിനസ് ഓണർ മാത്രമല്ല, എന്തൊക്കെയാണ്? വിഷണറീസ് ആണ്, റിസ്ക് ടേക്കേഴ്സാണ്, ഇന്നോവേറ്റേഴ്സാണ്, ആൻഡ് ലീഡേഴ്സാണ്. എവറി ബിസിനസ് ഓണർ ഈസ് നോട്ട് എ നെസസറി ആൻ എൻ്റർപ്രണർ. എല്ലാ ബിസിനസ്സുകാരനും എന്താവണമെന്നില്ല, ഒരു എൻ്റർപ്രണർ ആണെന്ന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് ദെയർ മൈൻഡ് സെറ്റ്, അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ് ആൻഡ് ലീഡർഷിപ്പ് ദാറ്റ് ഡിഫൈൻ ദം. ഇത് അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും അവർ എങ്ങനെ പ്രോബ്ലം സോൾവിങ് ആൻഡ് ലീഡർഷിപ്പ് എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചായിരിക്കും, അങ്ങനെയായിരിക്കും അവർ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി കീ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻ എൻ്റർപ്രണർ ടിപ്പിക്കൽ എന്തൊക്കെയായിരിക്കും? നമ്മൾ മുകളിൽ പറഞ്ഞു. വിഷണറി ആണ്, ക്വിക്ക് ടു അഡാപ്റ്റ്, അതുപോലെ ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേഷൻ, ഐഡൻറ്റിഫൈസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ആണ്, പ്രോബ്ലംസ് ഐഡൻറ്റിഫൈയും സോൾവ് ചെയ്യും. പാഷനറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആണ്, അതുപോലെ ഈസ് വില്ലിംഗ് ടു ടേക്ക് കാൽക്കുലേറ്റ് റിസ്ക്, ഷോ റെസിലിയൻസ് ആൻഡ് പെർസിസ്റ്റൻ്റ് ആൻഡ് അഡ്വേഴ്സിറ്റി. അതുപോലെ ഇവിടെ കൊടുത്തിട്ട് ജസ്റ്റ് വായിച്ചു പോയത് നാച്ചുറൽ, അതുപോലെ നാച്ചുറൽ ലീഡർ ആൻഡ് ഡിസിഷൻ മേക്കർ ആണ്, ഫോക്കസ്ഡ് ആൻഡ് ആക്ഷൻ ഡ്രിവൺ, ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓണർഷിപ്പ്, ഹാസ് ദ എബിലിറ്റി ടു ടേൺ പ്രോബ്ലം ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. ഇത്രയൊക്കെയാണ് എന്താണ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഇനി എൻ്റർപ്രണർഷിപ്പ് നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. എൻ്റർപ്രണർഷിപ്പ് ഈസ് പ്രോസസ് ബൈ വിച്ച് എൻ്റർപ്രണേഴ്സ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അവരെന്ത് ചെയ്യും? എൻ്റർപ്രണർ എന്ത് ചെയ്യും? ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റി, അവർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവരെന്ത് ചെയ്യും? കണ്ടെത്തും. ലൈക്ക് മണി, പീപ്പിൾ, ഐഡിയാസ്, അങ്ങനെന്തൊക്കെ അവരുടെ ഐഡിയ കൊണ്ടുവന്ന് അവർ കണ്ടെത്തിയ ഓപ്പർച്യൂണിറ്റി സക്സസ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്തും. സ്റ്റാർട്ട് ആൻഡ് മാനേജ് എൻ്റർപ്രൈസ്, ക്രിയേറ്റ് ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ വാല്യൂ. ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ല ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നതിന്. കോ ഫീച്ചേഴ്സ്. Enterprise എന്ന് പറഞ്ഞാൽ എന്താണ്? Enterprise is the business outcome of entrepreneurship. It is an actual organization or a venture created. എന്താണ് enterprise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഔട്ട്കം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന enterprise എന്ന് പറയുന്നത് നമ്മുടെ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു എന്താണ് ബിസിനസ് ഔട്ട്കമാണ് enterprise എന്ന് പറയുന്നത്. ഇസ് ദ ആക്ച്വൽ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെഞ്ചറോ ആണ് enterprise എന്ന് പറയുന്നത്. നമ്മൾ സംരംഭകത്വത്തിൻ്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ബിസിനസ്സിനെയാണ് എന്താണ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. എന്താണ് ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നൽകാൻ, തൊഴിലവസരം നൽകുക, നിക്ഷേപം, പ്ലാനിങ്, വിപണനം, പർപ്പസ് ആൻഡ് റോൾ. എൻ്റർപ്രൈസിൻ്റെ പർപ്പസും റോൾ എന്താണ്? പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, നാഷണൽ ഇക്കോണമിയിൽ കോൺട്രിബ്യൂട്ട്, ഇൻവോൾവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാനിങ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, മസ്റ്റ് അഡാപ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻ ദ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി. ഇത്രയും ആണ് എന്താണ് പർപ്പസ് ആൻഡ് റോൾ ഓഫ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇൻ എൻ്റർപ്രണൽ ഇക്കോസിസ്റ്റം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. സംരംഭക ഇക്കോസിസ്റ്റം എന്ന് പറയും. ഇക്കോസിസ്റ്റം ജനറൽ ഐഡിയ എന്ന് പറയും. കോയിൻഡ് ബൈ ആർതർ ടാൻസിൽ. ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. നമുക്കിവിടെ നോക്കാം. എൻ്റർപ്രണർ ഇക്കോസിസ്റ്റം ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ. നമ്മൾ എൻ്റർപ്രണർ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഓർ ഹിൻഡർ എൻ്റർപ്രണർഷിപ്പ്. നമ്മൾ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എൻ്റർപ്രണർ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്.
കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിൽ പ്രധാന പങ്കാളികൾ ആരൊക്കെയാണ്? എൻ്റർപ്രണർ ആൻഡ് ആസ്പയറിംഗ് എൻ്റർപ്രണേഴ്സ്, ഗവൺമെൻറ് ആൻഡ് പോളിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, R&D സെൻറ്റേഴ്സ്, ഇൻക്യുബേറ്റേഴ്സ്, ആക്സലേറ്റേഴ്സ്, മെൻറ്റർ കോ ഫൗണ്ടർ ഫ്രീലാൻസേഴ്സ്, ലീഗൽ ബോഡീസ്, ഇൻഡസ്ട്രി അസോസിയേഷൻസ്, NGOs, കസ്റ്റമർ ആൻഡ് മാർക്കറ്റ്സ്. ഇതൊക്കെ എന്താണ് ഈ എൻ്റർപ്രണർ എക്കോസിസ്റ്റത്തിൻ്റെ പങ്കാളികളാണ്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെട്ടതാണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചർ ഫാക്ടേഴ്സ് അടങ്ങിയതാണ് എൻ്റർപ്രണർ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്തുള്ള പങ്കാളികൾ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഇതൊക്കെ അടങ്ങിയതാണ് എന്താണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ എലമെൻറ്റ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മൂത്ത് ആയിട്ടുള്ള എൻ്റർപ്രണർഷിപ്പ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ ഒന്ന് അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് അതിനോട് അഗെയിൻസ്റ്റ് ആയിരിക്കും, ഒന്നൊന്നിനോട് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻഫ്ലുവൻസിങ് ദ ഗ്രോത്ത് ഓഫ് സ്റ്റാർട്ടപ്പ് ആൻഡ് ബിസിനസ്. ഇനി സ്റ്റേജസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. ഗ്രൂപ്പേഴ്സ് 3 സ്റ്റേജസ് എന്തൊക്കെയാണ്? പ്രീ ഫൗണ്ടിങ് എൻ്റർപ്രണർഷിപ്പിൻ്റെ സ്റ്റേജസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പേഴ്സിൻ്റെ 3 സ്റ്റേജ് മോഡൽ ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് പ്രീ ഫൈൻഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തുകയാണ്. അതുപോലെ ഫൗണ്ടിങ്, പ്ലാനിങ്, ഫണ്ടിങ് ആൻഡ് ലോഞ്ചിങ് ദ വെഞ്ചർ. നമ്മൾ പ്ലാൻ ചെയ്യുക, അതിനോട് ആവശ്യമായിട്ടുള്ള ഫണ്ട് ചെയ്യുക, പിന്നെ നമ്മൾ വെഞ്ചർ ലോഞ്ച് ചെയ്യുന്നു. ഏർലി ഡെവലപ്മെൻറ്റ്, എക്സ്പാൻഡിങ് ആൻഡ് ബിൽഡിങ് ദ ബിസിനസ്. ഇനി ഹിസ്ട്രിച്ച് ഈറ്റൽസ് 4 സ്റ്റേജ് മോഡൽ എന്താണ്? ഇങ്ങനെ തന്നെയാണ് തോന്നുന്നതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ, ബിസിനസ് പ്ലാൻ ഡെവലപ്മെൻറ്റ്, റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് അസസ്മെൻറ്റ്, മാനേജിങ് ആൻഡ് റണ്ണിങ് എൻ്റർപ്രൈസ്. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വായിക്കുന്നേ ഉള്ളൂ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻ്റർപ്രണർ ഇക്കോസിസ്റ്റം. എൻ്റർപ്രണർ ഇക്കോസിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇക്കോസിസ്റ്റം എന്തൊക്കെയാണ്? സ്കിൽഡ് റിക്വയർമെൻറ്റ്. സംരംഭക ഇക്കോസിസ്റ്റത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? കീ സ്കിൽ റിക്വയർഡ് എന്തൊക്കെയാണ്? ടെക്നിക്കൽ സ്കില്ല് വേണം, IT എഞ്ചിനീയറിംഗ് അതുപോലെയുള്ള എക്സാമ്പിൾ. അതുപോലെ ബിസിനസ് സ്കില്ല് വേണം നമ്മൾക്ക് എൻ്റർപ്രണർഷിപ്പ് തുടങ്ങുന്നതിന് വേണ്ടി. മാർക്കറ്റിംഗ്, ഫിനാൻസ്. സോഫ്റ്റ് സ്കില്ലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്. നമ്മൾ സംസാരിക്കാൻ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇന്നോവേഷൻ, നെറ്റ്വർക്കിംഗ് ഉണ്ടാകണം. ടീം ബിൽഡിംഗ്, പ്ലാനിങ് ആൻഡ് റിസ്ക് ടേക്കിംഗ് ഉണ്ടാകണം. അക്കോർഡിംഗ് ടു WF 2013 അനുസരിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്കോസിസ്റ്റം പില്ലേഴ്സ് ആർ. ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോസിസ്റ്റം പില്ലേഴ്സ് എന്തൊക്കെയാണ്? WFൻ്റെ അക്കോർഡിംഗ് WEF 2013 പ്രകാരം ആക്സസ് ടു മാർക്കറ്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഓർ സ്കിൽഡ് വർക്ക് ഫോഴ്സ്, ഫിനാൻസ് ആൻഡ് ഫണ്ടിങ്. ഇനി ഈസൻബർഗ്സ് 6 പില്ലേഴ്സ് ഓഫ് എൻ്റർപ്രണർ ഇക്കോസിസ്റ്റം. ഈസൻബർഗറിൻ്റെ 6 പില്ലേഴ്സ് എന്തൊക്കെയാണ്? പോളിസി എന്ന് പറയുന്നത് ലോ, റെഗുലേഷൻസ് ആൻഡ് ടാക്സ് പോളിസീസ് ദാറ്റ് പ്രൊമോട്ട് ബിസിനസ് സെറ്റപ്പ്. നമ്മൾ ബിസിനസ് സെറ്റപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാക്സ് പോളിസി, ലോ, നിയമങ്ങൾ, റെഗുലേഷൻസ് ഒക്കെയാണ്. ഇനി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് സോഴ്സിങ്. നമുക്ക് ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി, ബാങ്ക്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ. കൾച്ചർ എന്ന് പറയുന്നത് റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. സോഷ്യൽ റെസ്പെക്ട്സ് ഫോർ എൻ്റർപ്രണർഷിപ്പിനുള്ള സോഷ്യൽ റെസ്പെക്റ്റ്, അതുപോലെ റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്. നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള റോഡ്, ഇൻ്റർനെറ്റ്, ലീഗൽ സർവീസ്, ട്രാൻസ്പോർട്ട്, കോവർക്കിംഗ് സ്പേസ്, ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഹ്യൂമൻ ക്യാപിറ്റൽ, എഡ്യൂക്കേറ്റ് ആൻഡ് സ്കിൽഡ് ലേബർ ഫോഴ്സ്, മാർക്കറ്റ്സ്, ഡിമാൻഡ് ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ്സും. അപ്പം ഇത്രയൊക്കെയാണ് ഈസൻബർഗ്സിൻ്റെ 6 പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇനി എൻ്റർപ്രണർഷിപ്പ്, ഇന്നോവേഷൻ ആൻഡ് ഇക്കോസിസ്റ്റം. ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നോവേഷൻ. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ പ്ലസ് ക്രിയേറ്റിവിറ്റി പ്ലസ് റിസ്ക് ആണ്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇന്നോവേഷൻ പ്ലസ് ക്രിയേറ്റിവിറ്റി. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇന്നോവേഷൻ ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, പ്ലസ് നമ്മൾക്ക് അതിൽ വരാൻ പോകുന്ന റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരിടാൻ തയ്യാറായിരിക്കണം. ഇന്നോവേഷൻ ഈസ് അബൌട്ട് അപ്ലൈങ് നോളജ് ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഇതിനെ സോൾവ് ചെയ്യുന്നതിനെയാണ് എന്താണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് പുതിയ വെഞ്ചറും എന്തൊരു പുതിയ ബിസിനസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ വേൾഡിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് റോഡ്, ഫോർ എക്സാമ്പിൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾക്ക്
നടന്നു പോകുന്നതിന് വേണ്ടി നമുക്ക് കാലിൽ ചെരുപ്പ് ആവശ്യമാണ്. അതവിടെ നമുക്കൊരു പ്രോബ്ലമാണ്. ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ കാല് മുറിയും. അപ്പം അതൊരു പ്രോബ്ലം എന്ത് ചെയ്തു, അതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ചെരുപ്പുണ്ടാക്കി. അതൊരു എന്ത് ചെയ്ത് ബിസിനസ്സായി മാറി. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി. കീ തിങ്ക് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പീറ്റർ ഡ്രക്കർ പറഞ്ഞത് എൻ്റർപ്രണർ ലുക്ക് ഫോർ ചേഞ്ച് ആൻഡ് ടേൺ ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ എന്ത് ചെയ്യും, അതിന് ചേഞ്ചസിലേക്ക് എൻ്റർപ്രണേഴ്സ് ലുക്ക് ഫോർ ചേഞ്ച് ആൻഡ് ടേൺ ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഇതിനെ മാറ്റം വരുത്തും. ഇനി ടൈപ്പ് ഓഫ് ഇന്നോവേഷൻ നമുക്ക് നോക്കാം. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂ ഐഡിയ ഓർ പ്രൊഡക്റ്റ്, പുതിയൊരു പ്രൊഡക്റ്റോ ഐഡിയ ആയിരിക്കാം. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സാധനത്തിൽ എന്ത് ചെയ്യുക, ചെറിയൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവരും. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻക്രീസ് സ്കോപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ പുതിയ ആഡ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുക. സിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈനിങ് മൾട്ടിപ്പിൾ എക്സിസ്റ്റിംഗ് ഐഡിയാസ് ടു ക്രിയേറ്റ് സംതിങ്. ഇനി ചലഞ്ചസ് ഇൻ എൻ്റർപ്രണൽ എക്കോസിസ്റ്റം. എൻ്റർപ്രണൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? മേജർ ബാരിയേഴ്സ് ആണ് പോളിസി ഇഷ്യൂസാണ്, കോംപ്ലക്സ് റെഗുലേഷൻസ്, അനാവശ്യമായിട്ടുള്ള നിയമാവലികളൊക്കെയാണ്, ടാക്സ് ബേർഡൻ, റെഡ് ടാപ്പ്, അതുപോലെ എന്താണ് വീക്ക് ബിസിനസ് പോളിസീസ്. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ വളരെയധികം ബിസിനസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർപ്രണർഷിപ്പിൻ്റെ ഇക്കോസിസ്റ്റത്തിനെ അത് ബാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്ത് എന്ത് ഉണ്ടാവില്ല, ബിസിനസ്സുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരത്തിലുള്ള രാജ്യത്തിൽ ബിസിനസ് തുടങ്ങില്ല. അപ്പം ഫസ്റ്റ് ബാരിയർ എന്ന് പറയുന്നത് പോളിസി ഇഷ്യൂസിലെ കോംപ്ലക്സ് റെഗുലേഷൻസ്, ടാക്സ് ബേർഡൻ, അധികം ടാക്സ് ഈടാക്കുന്നത്, റെഡ് ടാപ്പ്, അതുപോലെ വീക്ക് ബിസിനസ് പോളിസീസ്. പിന്നെ ടെക്നോളജി ആൻഡ് IPR എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ആക്സസ് ഓഫ് ടെക്നിക്കൽ ഭാഗത്തു നിന്നുള്ള ആക്സസ് കുറവായിട്ടുള്ള ലാക്ക് ഓഫ് ആക്സസ് ഓഫ് ടെക്, അതുപോലെ അതിൻ്റെ ലഭ്യത കുറവ്, പാറ്റന്റ് കോപ്പിറൈറ്റ് ഇഷ്യൂസ്, പുവർ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, വീക്ക് ജുഡീഷ്യറി. ഇനി ഇൻസ്ട്രിക്റ്റ് ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇൻട്രിൻസിക് ചലഞ്ചസ് എന്തൊക്കെയാണ്? ജെൻഡർ, കാസ്റ്റ്, റിലിജിയൻ ബയസ്, അതുപോലെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ഫാമിലി സപ്പോർട്ട്, ഇതൊക്കെയാണ്. എക്സ്ട്രിൻസിക് ചലഞ്ചസ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് ആക്സസ് ഓഫ് ഫണ്ട്സ്, റിസോഴ്സസ് സ്കാർസിറ്റി, കൾച്ചറൽ അവേർഷൻ ഓഫ് ഫെയിലിയർ ആൻഡ് റിസ്ക്, കറപ്ഷൻ ആൻഡ് ഡിലേസ്. ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ എൻ്റർപ്രണർ ഇക്കോസിസ്റ്റത്തിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. 10 strategies to develop conducive ecosystem. സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. എങ്ങനെ നമുക്കതിന് ഡെവലപ്പ് ചെയ്യാം? സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, ഈസി ഫിനാൻസ് ആക്സസ് ഉണ്ടാകും. ഒരു എൻ്റർപ്രണർഷിപ്പ് ഇക്കോസിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഈസി ഫിനാൻസ് ആക്സസ് ഉണ്ടാകും, ഇൻഡസ്ട്രി ക്ലസ്റ്റേഴ്സ്, അതുപോലെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം, പ്രോ ബിസിനസ് പോളിസീസ്, ടാക്സ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ കൊണ്ടുവരിക. മേജർ സ്റ്റെപ്സ് ഇംപ്രൂവ് ഇക്കോസിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മേജർ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആക്സസ് ടു ക്യാപിറ്റൽ, ഈസി ലോൺ ലഭ്യമാക്കുക, VCs, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക, സ്റ്റാർട്ടപ്പ് ഫണ്ട്സ്, ഇങ്ങനെയൊക്കെ ലഭ്യമാകുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇക്കോസിസ്റ്റം നമുക്ക് എന്താണ് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. വേൾഡ് ബാങ്ക്സ് 10 indicators includes starting business, construction permits, electricity, property registration, access to credit, tax payment, trade, legal enforcement, insolvency resolution. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക? കുറച്ച് എളുപ്പം കൊണ്ടുവരിക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊരു കുറച്ചുകൂടെ ഈസി ആക്കുക. ഗവൺമെൻറ് സ്പെൻഡിങ്സ്, ഇൻവെസ്റ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ടെക്, ഇതൊക്കെയാണ്. ടാക്സ് റീഫോംസ്, entrepreneurship in education include entrepreneurship in education include entrepreneurship in school and college curriculum. ഇതൊക്കെയാണ്. encourage innovation and independent thinking. Awards and recognition, celebrate startup success. എന്താ പറയുക, അവർ ഇന്നോവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവാർഡ്, റെക്കഗ്നേഷനൊക്കെ നൽകുക. മോട്ടിവേറ്റ് അതേഴ്സ് ബൈ ക്രിയേറ്റിംഗ് റോൾ മോഡൽസ്. ഇനി പോളിസി അപ്രോച്ച്.
പോളിസി അപ്രോച്ച് മേസൺസ് ആൻഡ് മാംസിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഫോക്കസ് ഷുഡ് ബി ഓൺ എവിടെയായിരിക്കണം entrepreneurial actors അഥവാ entrepreneur themselves, റിസോഴ്സ് പ്രൊവൈഡർ ബാങ്ക്, VCs, ഇൻക്യുബേറ്റേഴ്സ്, കണക്ടേഴ്സ്, വെൻഡേഴ്സ് അസോസിയേഷൻ, എൻവയോൺമെൻറ്റ്, കൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, സപ്പോർട്ട് സിസ്റ്റം. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റാർട്ടിങ് ബിസിനസ്, അബൌട്ട് സോൾവിങ് പ്രോബ്ലംസ്, ക്രിയേറ്റിംഗ് വാല്യൂ ആൻഡ് ഡ്രിവൻ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിയൽ വേൾഡ് പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. പുതിയ ഐഡിയ കൊണ്ടുവരികയാണ്. എ സക്സസ്ഫുൾ എൻ്റർപ്രണർ ഇക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ടാകും? വിഷണറി എൻ്റർപ്രണർ, സപ്പോർട്ടിംഗ് പോളിസീസ്, സ്കിൽഡ് പീപ്പിൾ, ഈസി ഫിനാൻസ്, ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, കൾച്ചറൽ ആക്സെപ്റ്റൻസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. റൂറൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് ദാറ്റ് ഒറിജിനേറ്റ് ഇൻ വില്ലേജ് ഓർ റൂറൽ ഏരിയാസ് ബൈ യൂസിങ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് സോൾവിങ് ലോക്കൽ പ്രോബ്ലംസ്. വില്ലേജിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയയിലൊക്കെ അവിടെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ലോക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് എന്താണ് റൂറൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലൈക്ക് അഗ്രികൾച്ചർ, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുക, അതൊക്കെയാണ്. ഇമ്പോർട്ടൻസ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു. മൈഗ്രേഷൻ, ആൾക്കാർക്ക് ജോലി തേടിയിട്ട് സിറ്റീസിലേക്ക് വരുന്നത് ഒഴിവാക്കുന്നു. അതുപോലെ യൂട്ടിലൈസ് ലോക്കൽ റോ മെറ്റീരിയൽസ് ആൻഡ് ലേബർ, ഹെൽപ്പ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഇനി ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ക്യാപിറ്റൽ സ്കിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുണ്ടായിരിക്കാം, സ്കിൽസ് ക്യാപിറ്റലൊക്കെ കുറവായിരിക്കും. പോർ മാർക്കറ്റിംഗ് ആക്സസ് ഉണ്ടാവും. ഒന്നാമത് നമ്മൾ ഗ്രാമീണ വികസനമായതുകൊണ്ട് തന്നെ ഗ്രാമീണ ഏരിയകളുടെ വികസനം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, മാർക്കറ്റ് ആക്സസ് കുറവായിരിക്കും. ലിമിറ്റഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്, ഇൻവെസ്റ്റേഴ്സിന് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇനി ഗവൺമെൻറ് സപ്പോർട്ട്, അതിന് മറികടക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നൽകുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആസ്പയർ സ്കീം, പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് ഇൻ റൂറൽ സെക്ടർ, അംബേദ്കർ ഹർഷിപ്പ് വികാസ് യോജന, അതുപോലെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാമേശ്വർ പ്രസാദ് ബീഹാറിലുള്ളത്, അതുപോലെ മൻസുഖ് ഭായ് ഗുജറാത്ത്. ഇനി വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീ ശാക്തീകരണം. അതുപോലെ ബിസിനസ് ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ വുമൺ എൻ്റർപ്രണർ. ബിസിനസ് ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. 51% മിനിമം 51% ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും, സ്ത്രീകളെ കയ്യിലായിരിക്കും. അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എംപവർ വുമൺ ഫിനാൻഷ്യലി സോഷ്യലി, സ്ത്രീ ശാക്തീകരണം എന്തൊക്കെ ഫിനാൻഷ്യൽ സോഷ്യലിയും, അതുപോലെ പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി, ഡ്രൈവ് ഇൻക്ലൂസീവ് ഇക്കണോമിക് ഗ്രോത്ത്. ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവും, ക്രിയേറ്റീവ് ആയിരിക്കും, ഐഡിയാസ് ഉണ്ടാവും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഫാമിലി സപ്പോർട്ട് കിട്ടും, എഡ്യൂക്കേഷൻ പോളിസി ഫ്രെയിംവർക്ക്സ്. ഇനി സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വുമൺ എൻ്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം, ട്രെയിനിങ്, മെൻറ്ററിങ്, ഗവൺമെൻറ് സ്കീമായിട്ടുള്ള സബ്സിഡീസ്, ലോൺസ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെയാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ലിജ്ജത്ത് പാപ്പട്, 45,000-ലും കൂടുതൽ വുമൻസ് എംപ്ലോയ്ഡ് ചെയ്തിട്ടുണ്ട്. കിരൺ മസുമന്ദർ ഷോ, ഇതൊക്കെയാണ്. ഇനി സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് ഫോക്കസ് ഓൺ സോൾവിങ് സോഷ്യൽ ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്യുന്ന എൻ്റർപ്രണർഷിപ്സ് ആണ്. ലൈക്ക് പോവർട്ടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഒക്കെയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് സോഷ്യൽ വാല്യൂ ഓവർ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ സോഷ്യൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. ടാർഗറ്റ് മാർക്കറ്റൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, യൂസ് ഇന്നോവേഷൻ ഫോർ സോഷ്യൽ ഇമ്പാക്റ്റും. എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻവയോൺമെൻറ്റൽ എൻ്റർപ്രണർഷിപ്പ് അഥവാ ഇക്കോപ്രിനർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള
എന്താണ് എൻ്റർപ്രണർഷിപ്സ് ആണ്. ഗ്രീൻ പ്രൊഡക്ട്സ് ആൻഡ് ടെക്നോളജിയിലൂടെ അതിൽ ക്ലൈമറ്റ് ചേഞ്ചസ്, റിസോഴ്സ് ഡിപ്ലീഷൻ, ഇതൊക്കെയാണ്. ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് ഇൻസെൻറ്റീവ്സ്, റൈസ് ഇൻ ഇക്കോ കോൺഷ്യസ് കൺസ്യൂമേഴ്സ്. എക്സാമ്പിൾ ബാംബു ബോട്ടിൽ, അതൊക്കെ ഇത് ഇക്കോനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റർപ്രണർഷിപ്സ് ആണ്. ഇനി കൾച്ചറൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റർപ്രണർഷിപ്പാണ്. ഇനി അടുത്തത് കൾച്ചറൽ എൻ്റർപ്രണർഷിപ്പ്. കൾച്ചറൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സംഗീതം, ഫെസ്റ്റിവൽ അങ്ങനത്തെ ഉള്ളതാണ്. ക്രിയേറ്റിംഗ് ബിസിനസ് ബേസ്ഡ് ഓൺ കൾച്ചറൽ ഓർ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് ആർട്ട്, മ്യൂസിക്, ഫെസ്റ്റിവൽ, ഫാഷൻ. നമ്മുടെ ആർട്ടായിട്ടുള്ള ഫെസ്റ്റിവൽ, ഫാഷൻ, മ്യൂസിക്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബിസിനസ്സിനെയാണ് കൾച്ചറൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി, ട്രഡീഷൻ, അതൊക്കെ മെർജ് ചെയ്യാം. റിയലൈസ് ഓൺ പബ്ലിക് ടേസ്റ്റ് ആൻഡ് കൾച്ചറൽ ട്രെൻഡ്സ്. റവന്യൂ ഫ്രം ഷോസ്, എക്സിബിഷൻസ്, ഇവൻറ്റ്സ്, കൾച്ചറൽ ടൂറിസം, ഇതിലൂടെയൊക്കെ റവന്യൂ ഉണ്ടാക്കാം. ചാലഞ്ചസ്, റിസ്ക് ഓഫ് ചേഞ്ചിങ് ഓഡിയൻസ് പ്രിഫറൻസ് ചേഞ്ചസ് വരുമ്പം അതൊരു റിസ്ക് ആണ്. അതുപോലെ നീഡ് ഓഫ് കോൺസ്റ്റൻറ്റ് ഇന്നോവേഷൻ, റെലവൻസ്. ഇനി ടെക്നോളജിക്കൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് ബേസ്ഡ് ഓൺ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ടു സോൾവ് പ്രോബ്ലംസ്, ഇംപ്രൂവ് ലൈഫ് ഫീച്ചേഴ്സ്. ഇവിടെ പറയുന്നത് ടെക്നോളജിയിലും ഇന്നോവേഷൻ കൊണ്ടുവന്നുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിട്ടുള്ള എൻ്റർപ്രണർഷിപ്പാണ്. അതിലൂടെ ഇംപ്രൂവ് ലൈഫ്സ്, നമ്മുടെ എന്താ പറയുക, എൻ്റർപ്രണർഷിപ്പ് ബേസ്ഡ് ഓൺ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ടു സോൾവ് പ്രോബ്ലംസ് ഓർ ഇംപ്രൂവ് ലൈഫ്സ്. നമ്മുടെ ലൈഫ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ടെക്നോളജിയും ഇന്നോവേഷൻ കൊണ്ടുവരുന്നതാണ് അതിനെ അത്തരത്തിലുള്ള എൻ്റർപ്രണർഷിപ്പിനെയാണ് ടെക്നോ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് ബേസ്ഡ് ഓൺ R&D, IPRS ആൻഡ് പേറ്റൻസ്, നീഡ്സ് ടെക് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻസ്. ഇനി ഇന്ത്യയിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് T-Hub, ഹൈദരാബാദുള്ളത് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ, ടെക് പാർക്സ്, ഗവൺമെൻറ് ഗ്രാൻഡ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഫണ്ട്സ്. ഇനി 7 എന്ന് പറയുന്നത് ഹെറിറ്റേജ് ആൻഡ് ടൂറിസം എൻ്റർപ്രണർഷിപ്പ്. Entrepreneurship focused on heritage and cultural tourism, historical sites, religion tours, festival, etc. പാരമ്പര്യത്തെയും വിനോദത്തെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള എൻ്റർപ്രണർഷിപ്സ് ആണ്. അത് ഫോക്കസ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനും റിലീജിയസ് ടൂർസൊക്കെ നടത്തിക്കൊണ്ട്, ഫെസ്റ്റിവലൊക്കെ നടത്തിക്കൊണ്ട് പ്രൊമോട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ റിമോട്ട് ഏരിയകളിൽ എന്ത് ചെയ്യാൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇപ്പം എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിൽ പരിപാടി റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും നടത്തിക്കൊണ്ടൊക്കെ ഇതാണ് ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു. ജനറേറ്റ് ഇൻകം ത്രൂ ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ. അതുപോലെ എൻഹാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസ്. യൂസ് ഓഫ് ടെക്നോളജി, ഓൺലൈൻ ബുക്കിംഗ്, ടെക്നോളജി യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഓൺലൈൻ ബുക്കിംഗ്, വിർച്വൽ ടൂർസ്, സോഷ്യൽ മീഡിയ, അങ്ങനെയൊക്കെ. ചലഞ്ചസ് തന്നെ പൂർ ആക്സസ്, വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. നീഡ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഇൻ്റർനാഷണൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശ വ്യാപാരമാണ്. വെൻ എൻ്റർപ്രണർഷിപ്പ് ഓഫർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അക്രോസ് ദ കൺട്രീസ് വിയ ട്രേഡ്, മാനുഫാക്ചറിങ്, പാർട്ണർഷിപ്പോ ഓർ ഇ-കൊമേഴ്സ്. നമ്മൾ പ്രൊഡക്റ്റ് സർവീസസോ നമ്മുടെ രാജ്യത്തിനപ്പുറത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുകയോ മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് നടക്കുകയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ചെയ്യുന്നതിനാണ് ഇൻ്റർനാഷണൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ഫീച്ചർ ആക്സസ് ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ആക്സസ് ലഭിക്കും. ഹൈ റിസ്ക് ആൻഡ് റിട്ടേൺ പൊട്ടൻഷ്യൽ. അതുപോലെ നീഡ് നോളജ് ഇൻ ഇൻ്റർനാഷണൽ റെഗുലേഷൻസ്. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ കറൻസി റിസ്ക് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവാം, നീഡ് ഫോർ ലോക്കൽ പാർട്ട്ണർഷിപ്പ് ഫോറിൻ കൺട്രീസ്. സപ്പോർട്ടിങ് ഇൻ ഇന്ത്യയിലുള്ളത് EPCH, എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോർ ഹാൻഡിക്രാഫ്റ്റ്സ്, ECGC, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ്, FIEO, ഗ്ലോബൽ മാർക്കറ്റ് ഇൻഫോ ആൻഡ് ട്രെയിനിങ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 4 എൻ്റർപ്രണർ കോമ്പിറ്റൻസീസ്. എൻ്റർപ്രണർഷിപ്പിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഹു ആർ കോമ്പിറ്റൻസീസ് എന്ന് പറഞ്ഞാൽ സ്കിൽ പ്ലസ് നോളജ് പ്ലസ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഒരു ഓൺട്രപ്രണറിന് എന്ത് വേണം? സ്കില്ല്, നോളജ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം.
They enable entrepreneur to perform tasks effectively and efficiently. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് സാധിക്കും, ഒരു ഓണ്ടർപ്രണറിന് കറക്റ്റായിട്ട് അയാളുടെ ടാസ്ക് എഫക്റ്റീവായിട്ട് എന്താ ചെയ്ത് തീർക്കാൻ സാധിക്കും. ദീസ് ആർ നോട്ട് ഫിക്സ്ഡ് റൈറ്റ്സ്. ഇതൊന്നും എന്താണ് ഫിക്സ്ഡ് ആയിട്ട് റൈറ്റ്സ് അല്ല. അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന, നമ്മൾ പ്രാക്ടീസിലൂടെയൊക്കെ പഠിച്ചെടുക്കുന്ന ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സ്കിൽസാണ് ഇതൊക്കെ. എൻ്റർപ്രണർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മളിത് അനുഭവങ്ങളിലൂടെയും പ്രാക്ടീസിലൂടെയൊക്കെ നേടിയെടുക്കുന്നതാണ്. വൈ ആർ ദേ ഇമ്പോർട്ടൻറ്റ്? എൻ്റർപ്രണർ കോമ്പിറ്റൻസീസ് ഹെൽപ്പ് എ പേഴ്സൺ. ഒരു വ്യക്തി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റാർട്ട് ആൻഡ് ഗ്രോ എ ബിസിനസ്, മേക്ക് എ സ്മാർട്ട് ഡിസിഷൻസ്, ടേക്ക് എ കാൽക്കുലേറ്റഡ് റിസ്ക്, ലീഡ് എ മാനേജ് പീപ്പിൾ, സോൾവ് റിയൽ ലൈഫ് ബിസിനസ് പ്രോബ്ലം. എൻ്റർപ്രണർ കോമ്പിറ്റൻസീസിൻ്റെ ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റി. പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. ക്രിയേറ്റിവിറ്റി ഈസ് എബിലിറ്റി ടു ജനറേറ്റ് എ ന്യൂ ഐഡിയ ഓർ ഒറിജിനൽ ഐഡിയ. ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് ഔട്ട്സൈഡ് ഓഫ് ദ ബോക്സ് ആൻഡ് ഫിക്സിങ് യൂണീക്ക് വേ ടു ഡു തിങ്സ്. എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, അതിനെക്കുറിച്ച് പുതിയ ഐഡിയാസ്, പുതിയ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യുണീക്കായിട്ടുള്ള എന്താണ് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം കണ്ടെത്തുകയും അതിനുള്ള യൂണീക്കായിട്ടുള്ള സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്രിയേറ്റിവിറ്റി. ഒരു ഓണ്ടർപ്രണറിന് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. സോൾവ് പ്രോബ്ലംസ് വിത്ത് ന്യൂ അപ്രോച്ചസ്, മേക്ക് ബെറ്റർ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്, ഹെൽപ്പ് ഡീൽ വിത്ത് ബിസിനസ് ചാലഞ്ചസ്, ലീഡ് ടു പ്രൊഡക്റ്റ് സർവീസസ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഇതൊക്കെയാണ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേഷൻ ഈസ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ്. It is a result of new product, service, process that useful and valuable. Creativity is about ideas, innovation is about execution. Creativity എന്ന് പറയുന്നത് ഐഡിയാസ് ആണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഐഡിയ ആണ്. എന്നാൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നോവേഷൻ. നമ്മൾ കൊണ്ടുവന്ന ഐഡിയ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ഇന്നോവേഷൻ നമ്മൾ മുകളിൽ പറഞ്ഞു. ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇംപ്രൂവ്മെൻറ്റ്, ബെറ്റർ, നമ്മൾ പാക്കിങ്ങിലൊക്കെ കുറച്ച് മാറ്റം വരുന്നതും. റാഡിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂ കൺസെപ്റ്റ്, പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരാം. എക്സാമ്പിൾ ഇലക്ട്രിക് കാർസ് ഒക്കെ വന്നത്. ഇനി ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. എക്സാമ്പിൾ സ്മാർട്ട് ഫോൺ റീപ്ലേസിംഗ് ക്യാമറാസ്. ഇനി ബെനിഫിറ്റ്സ്: അട്രാക്ട് കസ്റ്റമേഴ്സ്, ഇംപ്രൂവ് എഫിഷ്യൻസി, കീപ് ബിസിനസ് കോമ്പറ്റേറ്റീവ്, എൻഹാൻസ് ബ്രാൻഡ് വാല്യൂ. ചാലഞ്ചസ് എന്ന് ഹൈ കോസ്റ്റ് ആയിരിക്കും, റാപ്പിഡ് ടെക് ചേഞ്ചസ് ഉണ്ടാവാം, മാർക്കറ്റ് റിജക്ഷൻസ് ഉണ്ടാവും, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്തൊക്കെയാണ്? ദീസ് ആർ ദ പീപ്പിൾ സ്കിൽ ദാറ്റ് ഹെൽപ്പ് ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആൻഡ് മാനേജിങ് ടീംസ്. ഇതൊരു വ്യക്തിഗത എന്താണ് സ്കില്ലാണ്. ദേ ആർ ദ പീപ്പിൾ സ്കിൽസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആൻഡ് മാനേജിങ് ടീംസ്. സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനും ടീംസിനെ മാനേജ് ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നു, ഇത് ഹെൽപ്പ് ചെയ്യുന്നു. കീ സ്കിൽസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, എംപതി, ടീം വർക്ക്, കോൺഫിഡൻസ്, ഡിപ്ലോമസി, പേഷ്യൻസ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഓൺട്രപ്രണറിന് വേണം. അപ്പം ഇതൊക്കെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് ടീം ആൻഡ് കസ്റ്റമർ. അതുപോലെ ടീമിൻ്റെ ഇടയിലും കസ്റ്റമറിൻ്റെ ഇടയിലും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ, ടീം വർക്ക്, ഇതൊക്കെ തന്നെയാണ്. ഇനി ബിസിനസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ഇസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്, ഗൈഡ്, ഇൻസ്പയർ പീപ്പിൾ ടു വർക്ക് ടുവേർഡ്സ് കോമൺ ഗോൾസ്. ഒരു പ്രധാനപ്പെട്ട ഗോളിൽ, ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരും വർക്ക് ചെയ്യുന്നതിന് ഇൻസ്പയർ ചെയ്യും, ഗൈഡ് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതിനുള്ള എബിലിറ്റിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ട്രസ്റ്റ് എമംഗ് ടീം ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഹെൽപ്പ് അഡാപ്റ്റ് ബിസിനസ് ചേഞ്ചസ് ഇൻ കോമ്പറ്റീഷൻ, ഡ്രൈവ്സ് മോട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് പ്രോസസ് ഓഫ് ഗൈഡൻസ് ആയിരിക്കും. ലീഡർഷിപ്പ് ബൈ ബിഹേവിയർ ആൻഡ് ആക്ഷൻസ്, ബാലൻസിങ് ടീം ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസ്, ടീം അക്സെപ്റ്റൻസ് ഇസ് കീ ടു ലീഡർഷിപ്പ് സക്സസ്. റോൾ ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്തൊക്കെയാണ്? ലീഡ് ദ ടീം ത്രൂ അൺസർട്ടൈൻ ഫേസസ്, ക്രിയേറ്റ് സ്ട്രോങ് സപ്പോർട്ടീവ് വർക്ക് കൾച്ചർ ഉണ്ടാക്കുക, അതുപോലെ ഇൻസ്പയർ പീപ്പിൾ ടു ബിലീവ് ഇൻ ദ ബിസിനസ് മിഷൻ. അടുത്തത് പ്രോബ്ലം സോൾവിങ്.
പ്രോബ്ലം സോൾവിംഗ് ദ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ചാലഞ്ചസ്, ഫൈൻഡ് സൊല്യൂഷൻസ്, ഇംപ്ലിമെൻറ്റ് ആക്ഷൻസ് എഫക്റ്റീവ്ലി. നമ്മളെ ചലഞ്ചസ് കണ്ടെത്തിയിട്ട് അതിന് എന്ത് ചെയ്യുക, സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, അനലൈസ് ദ കോസ്, അതിന് കാരണം എന്താണ്, എക്സ്പ്ലോർ ദ ഓൾട്ടർനേറ്റീവ്സ്, അതുപോലെ ചൂസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ, ഇംപ്ലിമെൻറ്റ് ആൻഡ് റിവ്യൂ ദ ഔട്ട്കം. ബെനിഫിറ്റ്സ് ഹെൽപ്പ് മേക്ക് ബെറ്റർ ഡിസിഷൻസ്, ആൻറ്റിസിപ്പേറ്റ് ആൻഡ് അവോയ്ഡ് റിസ്ക്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. എൻഷുർ സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷൻസ്. നമ്മൾക്ക് എന്താണ് പ്രോബ്ലംസ് സോൾവിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബിസിനസ് സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഗിവ് സ്പീഡ് ആൻഡ് എഡ്ജ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ റിക്വയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം, പുറത്തും അകത്തുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി ടെക്നിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ജഡ്ജ്മെൻറ്റ്. സ്മോൾ ബിസിനസ് ലാക്ക് ഫോമൽ ഡിസിഷൻ സിസ്റ്റം. ഇനി കമ്മ്യൂണിക്കേഷൻ is the exchange of ideas and information with clarity and purpose. കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താണ്, ഐഡിയാസും ഇൻഫർമേഷനും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. എന്താണ് അത്, ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഫോംസ് എന്തൊക്കെയാണ്? വെർബൽ, റിട്ടൺ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, ടീമായിട്ടുള്ളതും കസ്റ്റമറും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എഫക്റ്റീവ് പിച്ചസ് ടു ഇൻവെസ്റ്റേഴ്സ് നമുക്ക് പിച്ച് ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ എഗ്രിമെൻറ്റ് വിത്ത് പാർട്ട്നേഴ്സ്, ബെറ്റർ ടീം കോർഡിനേഷന് വേണ്ടി, സ്ട്രോങ് ബ്രാൻഡിങ്, PR-ന് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. സപ്പോർട്ട് ലീഡർ ആൻഡ് നെഗോഷിയേഷൻ. ടിപ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ: ലിസൺ ആക്റ്റീവ്ലി, കൺട്രോൾ ഇമോഷൻസ്. ഇതൊക്കെ തന്നെയാണ്, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇനി 7th one, നെഗോഷിയേഷൻ. Negotiation dialogue between two or more parties to reach mutual agreement over shared or conflicting interest. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞൊരു ഡയലോഗാണ് ബിറ്റ്വീൻ 2 or more ഒന്നോ രണ്ടോ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്. സമാനമായ ധാരണയിലെത്തലാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ധാരണയിലെത്തുക എന്നുള്ളതാണ്. ബിറ്റ്വീൻ 2 or more parties to reach mutual agreement, ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇത് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ഒരു ധാരണയിലെത്തിയാൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. ഫണ്ട് റേസിങ്ങിൽ, ഹയറിങ് ടാലൻറ്റ്, ബിസിനസ് കോൺട്രാക്ട്സ്, ഇതിലൊക്കെ എന്താണ്, നെഗോഷിയേഷൻ അത്യാവശ്യമാണ്. അപ്പം ഒരു എൻ്റർപ്രണർക്ക് വേണ്ട ഒരു സ്കില്ല് തന്നെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സ്കിൽ റിക്വയർഡ് ബാലൻസിങ് ബോത്ത് സൈഡ് ഇൻട്രസ്റ്റ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും താല്പര്യം കണക്കിലെടുത്തിട്ടായിരിക്കണം. റിസർച്ച് ആൻഡ് പ്രിപ്പറേഷൻ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ബോഡി ലാംഗ്വേജ്, ഇമോഷണൽ കൺട്രോൾ ആൻഡ് ടൈമിംഗ്, സ്ട്രാറ്റജി തിങ്കിങ് ഫോർ ലോങ് ടേം ഗെയിൻസ്. Example, sometimes it is smart to walk away from short-term gain to build long-term alliance. Sometimes എന്താണ്, നമുക്ക് ഷോർട്ട് ടൈം ഗെയിംസ് നമ്മൾ എന്താണ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ടു ബിൽഡ് എ ലോങ് ടേം അലയൻസ്. നമ്മൾ കുറച്ചുകൂടെ ദീർഘകാലമുള്ള ഒരു ബന്ധം ഉണ്ടാക്കുന്നത് ഷോർട്ട് ടേം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്ത റിസ്ക് മാനേജ്മെൻറ്റ്. Risk management is the process identifying, analyzing and planning uncertainty events that could impact business negatively, positively. നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ മുൻകൂട്ടി കരുതുക. നമ്മൾ ബിസിനസ്സിനെ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കുകളെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ നമ്മൾ ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുക. അതിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെതിരെ ഐഡൻറ്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക. കീ ആക്ടിവിറ്റീസ് എന്നത് ഐഡൻറ്റിഫൈ റിസ്ക്, പ്രയോറിറ്റൈസ് ബേസ്ഡ് ഓൺ ഇമ്പാക്റ്റ്, പ്ലാൻ റെസ്പോൺസ്, അവോയ്ഡ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. വരുന്ന റിസ്കിനെ മോണിറ്റർ ആൻഡ് കൺട്രോൾ. ഇമ്പോർട്ടൻസ്: ബിൽഡ് ഇൻവെസ്റ്റർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ കോൺഫിഡൻസ്, പ്രിപ്പയർ ഫോർ റെഗുലേറ്ററി, ഓപ്പറേഷൻ ഓർ ഫിനാൻഷ്യൽ ഷോക്സ്, ഹെൽപ്സ്. നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫിനാൻഷ്യൽ ഷോക്ക്, അതുപോലെ അല്ലെങ്കിൽ പ്രിപ്പയർ ഫോർ റെഗുലേറ്ററി ഒക്കെ ചെയ്യാൻ സാധിക്കും. ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി, എസ്പെഷ്യലി ക്രൂഷ്യൽ ഇൻ ടെക് ഡ്രിവൻ ഫാസ്റ്റ് ചേഞ്ച് സെക്ടർ. നമുക്ക് പെട്ടെന്ന് റിസ്ക് വരാൻ സാധ്യതയുള്ള എവിടെയാണ്? ടാക്സ് ബേസ്ഡ് ബിസിനസ്സിലായിരിക്കും. കാരണം ഇന്നോവേഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിൽ ആ സെക്ടറിൽ പെട്ടെന്നാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് എപ്പോഴും മുൻകൂട്ടി കണ്ടിരിക്കണം. എക്സാമ്പിൾ ഓഫ് ബിസിനസ് ഇൻ റിസ്ക്: പ്രൊഡക്റ്റ് ഫെയിലിയർ ഉണ്ടാവാം, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് വരും, സ്റ്റാഫ് ലീവിങ് വരും, റെഗുലേറ്ററി അൺസർട്ടനിറ്റി ഉണ്ടാവും, കോമ്പറ്റേറ്റീവ് പ്രൈസ് വാർ ഉണ്ടാവും.
അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത്.